ഹായ് ഡിയർ ഓൾ, നമുക്കിന്നൊരു ഈസി പീസി കുക്കർ ബിരിയാണി ചെയ്താലോ വിത്ത് മഷ്റൂംസ്. സോ അതിന് വേണ്ടി നമ്മൾ ലോങ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 1 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊന്ന് കുതിർത്ത് എടുക്കണം. ഒരു 30 മിനിറ്റ്സിലേക്കാണ് നമ്മളിത് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് അരി ഇടുക. അപ്പോൾ നമുക്ക് ബിരിയാണി ടൈപ്പിലേക്ക് വേണ്ടി പല രീതിയിലുള്ള റൈസസ് ഉണ്ട്. കൈമ റൈസൊക്കെ ഉണ്ട്. പല നിങ്ങൾക്ക് പ്രിഫറൻസ് ഏതാണോ അതെടുക്കാം. അതിനുശേഷം നമുക്ക് മഷ്റൂംസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഒരു 200 ഗ്രാംസിൻ്റെ മഷ്റൂംസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം അതിൽ ചെറിയ ചെളി അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊടികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യാറ് അതിൻ്റെ ഒരു ബട്ടൺ പോർഷൻ ആയിട്ടുണ്ടായിരിക്കുന്നത് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാറ്. അപ്പോൾ ആ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ സ്കിൻ ഇങ്ങനെ റിമൂവ് ആയിപ്പോരും. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ മഷ്റൂംസിൻ്റെയും നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്ത് എടുത്തു. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസസ് ആയിട്ട്. കുറച്ചും കൂടി ചെറിയൊരു ടൈപ്പ് ഓഫ് മഷ്റൂംസ് ആയിരുന്നെങ്കിൽ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചില ബിരിയാണീസിൽ അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിടാം. ഒത്തിരി ചെറിയ പീസസ് ആക്കണ്ട, എന്നാൽ ഒരു മഷ്റൂമിനെ തന്നെ ഒരു 4 to 5 പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 200 ഗ്രാം മഷ്റൂംസ് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തു. അതിൻ്റെ സ്റ്റെം പോർഷൻ വരുന്നതും നമ്മൾ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദെൻ നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട്, 3 വറ്റമുളക്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മളൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് നമ്മുടെ ചോപ്പറിലിട്ട് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. കുക്കർ വെച്ചതിന് ശേഷം അതിൽ നമ്മൾ സ്പൈസസ് ഇടുകയാണ്. 3 ഗ്രാമ്പു ഇട്ടു, ദെൻ ഒരു കറുവപ്പട്ട, ഒരു സ്റ്റാർ അനീസ് ഇട്ടു. അത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല പോർഷൻസിലേക്ക് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയ്ക്ക് പകരം ഗീ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. then അത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എപ്പോഴും സോൾട്ടൊക്കെ ഉപയോഗിക്കുമ്പം പിങ്ക് സോൾട്ട് പോലെയുള്ളതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിൽ ഈസിലി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലോ കടകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ സവോളയൊക്കെ മുരിഞ്ഞ് വന്ന ശേഷം നമ്മളതിലേക്ക് ഒരു തക്കാളി ഇടുവാണ്. അപ്പം അത്യാവശ്യം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം സോട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി കൂടി ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് ശേഷമായിരിക്കും നമ്മൾ നെക്സ്റ്റ് പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടിത് സോഫ്റ്റായി വന്നു തക്കാളിയൊക്കെ. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മറ്റു രീതിയിലുള്ള വേറെ പൊടികളൊന്നും തന്നെ നമ്മൾ ഇതിലേക്ക് അധികം ആഡ് ചെയ്യേണ്ട. ഒത്തിരി മസാല ടൈപ്പ് വരുന്ന ഒരു ബിരിയാണി അല്ല, ഒരു ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ മഷ്റൂമിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ അതൊന്ന് മുരിഞ്ഞ് വരുന്നൊരു പാകമാണ് നമ്മുടെ ഒരു മസാല റെഡി ആകുന്നു എന്ന് പറയണേ. ദെൻ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. നമുക്കൊന്നില്ലെങ്കിൽ ഈ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. അല്ല എങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടിയെടുത്ത് അത് നല്ല രീതിയിൽ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്ത് ഒരു ടേസ്റ്റ് ഇച്ചിരിയുടെ സോഫ്റ്റായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും റൈസൊക്കെ. അത് നെക്സ്റ്റ് നമ്മളതിലേക്ക് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ മഷ്റൂം ആണെങ്കിലും നമ്മൾ ഈ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കാരണം മഷ്റൂംസ് നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പുറത്ത് വെക്കുന്നതും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കണം. നമ്മൾ പുറത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പാകത്തിന് നമ്മളത് വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മഷ്റൂംസിൽ നിന്ന് തന്നെ
നമുക്ക് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അത് വന്ന ശേഷം അത് തന്നെ കുക്കായിക്കോളും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഒത്തിരി അങ്ങോട്ട് ഇതായി പോകാനുള്ള ഒരു വാട്ടറി കൺസിസ്റ്റൻസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5 to 10 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചായിരുന്നു, അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ട് വെള്ളം ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് അത് എത്തിക്കോളും. സോ നമ്മുടെ മസാല റെഡിയായി. അടുത്തായി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി 30 മിനിറ്റ്സ് നമ്മൾ സോക്ക് ചെയ്ത് കഴുകി എടുത്തിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അരി നമ്മൾ ബിരിയാണി റൈസ് അതുപോലെയൊക്കെയുള്ള പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്ന അരിയാണെങ്കിലും നമ്മൾ നന്നായി കഴുകിയെടുക്കണം. നമ്മൾ ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്ന അരി നല്ല രീതിയിൽ നമ്മളൊന്ന് വാഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തില്ല എങ്കിൽ ആ ഒരു അരിയുടെ സ്റ്റിക്കിനെസ് നമുക്ക് അത്ര രീതിയിലത് മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്താലും നമ്മുടെ ബിരിയാണിയൊക്കെ ഒത്തിരി ഒട്ടിപ്പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള പാകത്തിന് മതി ഇതിൽ. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽസ് വരെ ഒരു ഹൈ ഫ്ലെയിമിൽ കൊടുക്കുക. ദെൻ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് നന്നായിട്ട് എയറൊക്കെ പോയതിന് ശേഷം നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിലൊരു 10 മിനിറ്റ്സ് ഒക്കെ 10-15 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ദെൻ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബിരിയാണിയാണിത്. നമുക്ക് ഈ സാറ്റർഡേയ്സിലോ അല്ലെങ്കിൽ വീക്കെൻഡ്സിലോ ഒക്കെ അധികം പണിയൊക്കെ ചെയ്യാനായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല മടുപ്പായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ദിവസം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈസിലി വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് അത് നല്ലൊരു റൈത്ത, ഒരു സാലഡ് റൈത്ത കേടൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.